ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസം കേട്ടോ. സങ്കടമുണ്ട് കൂട്ടത്തിൽ. ഞാൻ മുഖമൊക്കെ എന്തെങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയിട്ട് നന്നായിട്ട് കിടന്നുറങ്ങി. മക്കൾ രണ്ടാളൊന്ന് ടൂർ പോയതാണ് സ്കൂളിൽ നിന്ന്. അപ്പോൾ ഓരോ രാവിലെ കൊണ്ടാക്കണ്ടായിരുന്നു. ഒരു 5:45 6 മണിയാകുമ്പോൾ ഒരു പോയി. അപ്പോൾ പൊലച്ചക്ക് നീച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല. 2-3 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ നടക്കിയിരുന്നു. അപ്പം നന്നായിട്ട് കിടന്നുറങ്ങി. നീച്ചപ്പോഴാണ് ഓർത്ത് ഒരു വീഡിയോ ചെയ്താലെന്താണ്. ഇന്ന് ഭയങ്കരമായ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ് ഗൈസ്. 21ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. ഈ 21 വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിട്ട് ആകെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കായിട്ടാണ് കാക്ക എൻ്റെ കൂടെ ഉണ്ടായത് കേട്ടോ. ഒറ്റ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും കാക്ക ഉണ്ടാവില്ല. ഇപ്രാവശ്യം കാക്കല്ല. സങ്കടമൊന്നുമില്ല, നല്ല ചെറിയൊരു വിഷമമൊന്നും അറിയില്ലേ, അതേപോലത്തെ ഒരു സിറ്റുവേഷൻ. നോമ്പൊക്കെയാണ്. നോമ്പൊന്നും അല്ലെങ്കിൽ കാക്കല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി അടിപൊളിയാക്കലുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല വിചാരിക്കുന്നുണ്ട്. ഇനി എന്താണെന്നറിയില്ല. പൊന്നൂസ് എന്താ പറയണത് നോക്കട്ടെ, അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. 21 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടെന്ന് എനിക്ക് തോന്നണേ ഇല്ല കേട്ടോ. ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി പോലെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് കേട്ടോ. കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നത് എന്താണ് ഇവളിങ്ങനെ പൊട്ടപ്പനെ വിളിച്ചറിയണേന്ന്. സത്യമായിട്ട് 21 വർഷം ആയി എന്ന് എനിക്ക് തോന്നണേ ഇല്ല ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ കാക്കാനോട് രാവിലെ പറയുന്നു 21 വർഷം എത്ര പെട്ടെന്നാണ് പോയതെന്ന്. അപ്പോൾ കാക്ക അറിയാം 21 വർഷം ഞാൻ എന്നെ സഹിച്ചെന്ന്. വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഓർത്ത് വെക്കണ ഒരാളുണ്ട് കേട്ടോ. കുഞ്ഞുമോള് നമുക്കിത് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ ഓളെ മനസ്സിനിത് ഭയങ്കര സന്തോഷമായിട്ട് ഓട് ചെയ്യണ കാര്യമാണ് കേട്ടോ. ഇതുണ്ടോ, ഇതെനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്നലെ ഉണ്ടാക്കി തന്നേണ് കേട്ടോ. ചെറിയ പൂക്കളൊക്കെ വെച്ചിട്ട് ചെറിയൊരു ബൊക്ക പോലെ ഹാപ്പി ആനിവേഴ്സറി മെച്ചി എന്ന് പറഞ്ഞിട്ട് തന്നാണേ. പിന്നെ ആര് ബർത്ത്ഡേ ഉണ്ടാവുകയാണെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടാകുകയാണെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക. ഓളെക്കൊണ്ട് കഴിയണ പോലെ കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നാം, പക്ഷേ എനിക്കിതൊരു നിസ്സാരമായിട്ട് ഇപ്പം തോന്നണില്ല. കാരണം എന്ന് വെച്ചാൽ ആര് ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഇത് കാണുന്നുണ്ടാവും. വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടെങ്കിലും ഒക്കെ ഓളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല കേട്ടോ. ഓള് ചെറുതല്ലേ, എന്നാലും ഓള് ചെയ്യണ ഞാൻ ആലോചിച്ചിട്ട് ഭയങ്കര ബുദ്ധി. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? സ്നേഹപൂർവ്വം ഫർഹാന, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഉമ്മച്ചി കാക്കാണ് എഴുതുന്നുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? അതാ ഇതിലും എഴുതിയിരിക്കുന്നു കേട്ടോ. ഇതിലെന്താ എഴുതിയിരിക്കുന്നറിയോ? ഐ ലവ് യു ഉമ്മച്ചി. ഇതാ കാണുന്നുണ്ടോയെന്നറിയില്ല. ഐ ലവ് യു ഉമ്മച്ചി, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഉമ്മച്ചി, ഞാൻ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്നാണ് ടൂർ പോകുന്നത്. ഉമ്മച്ചിക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഉമ്മച്ചിക്ക് വേറൊരു സമ്മാനം കൂടെ ഉണ്ട്. ഇത് വായിക്കാൻ പറഞ്ഞു എന്നോട് കേട്ടോ തന്നിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ആ സമ്മാനമാണ് ഈ സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഇത് തന്നിട്ട്. എന്നാലും ഉള്ളൊരു മനസ്സാണ് ഞാൻ ആലോചിക്കണേ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ എവിടുന്നാണ് കിട്ടണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാക്കാൻ്റെ ബർത്ത്ഡേക്ക് ഇതേപോലെ കാർഡിൽ എഴുതി വെച്ചിട്ട് കേട്ടോ. പക്ഷെ അവൾ തരുന്ന കാർഡൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നമ്മളറിയാത്തത് എവിടെയെങ്കിലും ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം കേട്ടോ. എന്തായാലും ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്താ പറയുക, ഒരു ശോകമായി എന്ന് പറയാം. കുട്ടികളൊക്കെ ടൂർ പോയി, ഇവിടെ ആരുമില്ല. ഉമ്മച്ചി ഞാനും പൊന്നൂസും മാത്രം. കാക്ക പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാവില്ല. എന്നാലും ഒരു കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആഘോഷിക്കലുണ്ട്. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ നീച്ച് സ്റ്റാറ്റസ് ഇടുക, അതെത്ര ആൾ കണ്ടു നോക്കുക, സ്റ്റോറി ഇടുക. ഇതൊക്കെയാണ് എൻ്റെ പരിപാടിയല്ല. അത് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. കാക്കക്ക് ലീവ് കിട്ടാറില്ല. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുക, ഓരോപ്പം നിന്ന് കഴിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത്. 21 വർഷം മുമ്പ് യാദർശികമായിട്ട് ഞങ്ങളെ കല്യാണം ഉണ്ടായതാണ് കേട്ടോ.
കാക്ക ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേറൊരു പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു, പെണ്ണ് കാണാൻ. അപ്പോൾ കാക്കാൻ്റെ അമ്മായി ഉണ്ട് ഇവിടെ അടുത്ത്, അമ്മായിയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേക്കാ. ഞാനും ആദ്യമൊക്കെ ഇരുന്ന് കൊത്തങ്കല്ലിലേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ വന്ന് കാണുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കല്യാണം നടക്കുന്നത്. 15 ദിവസം കൊണ്ട് ഞങ്ങൾ കല്യാണം കഴിയണു. എല്ലാവരും പറയില്ലേ ലവ് മാരേജാണ് നല്ലത്, ലവ് മാരേജായ ആയിരിക്കാം കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിലത്തെ കാര്യമാണ് പറയുന്നത്, എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയണത്. ഒരു അറേഞ്ച് മാരേജ് ആയാൽ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ല, പെട്ടെന്ന് ചേർന്ന് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയില്ലേ. പക്ഷേ അത് വെറുതെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനും കാക്കും 15 ദിവസം ഞങ്ങളുടെ കല്യാണം പെണ്ണ് കണ്ടുപോയിട്ട് 15 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ 15 ദിവസമായി എനിക്ക് കാക്കാൻ്റെ മുഖം പോലും ഓർമ്മ ഉണ്ടായില്ല. കല്യാണം കഴിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഭർത്താവിൻ്റെ മുഖം എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾ 21 കൊല്ലമായിട്ടും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഞങ്ങളെ മക്കളെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ പ്രേമിക്കണം തന്നെ ഇല്ല, സുഖമായി ജീവിക്കണമെങ്കിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചാലേ സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. അറേഞ്ച് മാരേജ് ആണെങ്കിലും സ്നേഹിച്ച് കല്യാണം കഴിച്ചാണെങ്കിലും ഒക്കെ പഠിച്ചവന് വിധിച്ചിട്ടുണ്ടാവും. അതേപോലെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയി, ഞാനങ്ങനെ വിശ്വസിക്കാൻ കേട്ടോ. പിന്നെ കാക്ക വന്നേരം കേട്ടോ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ മാറി എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളങ്ങനെ എവിടെയും പോവലുണ്ടായില്ല. ഞാനും ഉമ്മച്ചിയും ഒറ്റയ്ക്കുള്ളൊരു ജീവിതമായിരുന്നു. ഞങ്ങളങ്ങനെ എങ്ങോട്ടും പോവലൊന്നുമില്ല, പോവാൻ പറ്റലുമില്ല. ഉമ്മച്ചിൻ്റെ അനിയത്തി മാത്രമാണ് കുറച്ച് ദൂരമായിട്ട് ഉള്ളത് പോവാനെന്ന് പറയാനുള്ളത്. ഒരു പെരുന്നാളിന് ഇങ്ങോട്ട്, ഒരു പെരുന്നാളിന് അയൽവാസികളൊക്കെ പോകുമ്പോൾ ഞാൻ ചെറുതാകുമ്പോൾ കുറേ കരഞ്ഞിരിക്കണം കേട്ടോ. എങ്ങോട്ടും നമുക്കും പോവാൻ വെച്ചേ ഓരോ കൂടെ എന്നിട്ട് കരഞ്ഞൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തേതായ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറിയത് കാക്ക വന്നേരം കേട്ടോ. കാക്ക വന്നിട്ട് ഞങ്ങൾ കുറേ ഊട്ടിക്ക് കൊടൈക്കനാലിലേക്ക് അങ്ങനെ പോയി ടൂർ പോയി എന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഇപ്പോൾ കാക്കാൻ്റെ കൂടെ കാക്ക പുറ്റാടുന്ന് ഇങ്ങോട്ട് വന്നാലും എനിക്കത് മതി, അത്ര മതി. പക്ഷേ ഊട്ടിക്ക് കൊടൈക്കനാലിലേക്കൊന്നും പോയില്ലല്ലോ. കാക്കാൻ്റെ കൂടെ പോയിട്ട് കാക്ക വന്നതിന് ശേഷം കുറേ സ്ഥലത്ത് ഞാൻ പോയത്. ചുരം കാണുന്നത് വരെ കാക്കനെ കിട്ടിയതിന് ശേഷമാണ്. ഒരു കോഴിക്കോട് പോയാലും അത് അടിച്ചു പൊളിച്ച് അടിപൊളിയാക്കിയിട്ടാണ് ഞങ്ങൾ വരിക. പുറത്ത് പോയി ഫുഡ് കഴിക്കണത്, ഡ്രസ്സൊക്കെ എടുക്കലുണ്ട്. വെച്ച് ഡ്രസ്സ് എടുക്കില്ല എന്നല്ല കേട്ടോ, ഞാനും വെച്ച് പോകും. പക്ഷെ ഒരു ചെറിയ ലോകമായിരുന്നു ഞാനും വെച്ച് എന്ന് പറഞ്ഞാൽ. അതിന്ന് മാറി വേറൊരു ജീവിതം, അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല. എന്തായാലും ഒരു അടിപൊളി ലൈഫ് കിട്ടിയത് എൻ്റെ കാക്ക വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കേട്ടോ. എനിക്ക് മാത്രമല്ല, എൻ്റെ അമ്മച്ചിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷം. കാക്ക വെഡിങ് ആനിവേഴ്സറിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊഴിച്ചാൽ അടിപൊളി ഹാപ്പി. പിന്നെ വെഡിങ് ആനിവേഴ്സറിയാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ. രാവിലെ എണീച്ച് കുറച്ച് ക്രിഞ്ച് വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെ മെസ്സേജ് അയക്കുക എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ചെറുതായിട്ടൊന്ന് വിഷ് ചെയ്യും, എന്തെങ്കിലും 2 ക്രിഞ്ച് ഡയലോഗ് അടിക്കും. അതാണ് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി. പിന്നെ ഞങ്ങൾക്ക് എന്നും വെഡിങ് ആനിവേഴ്സറിയാണ്. കാക്ക മാസത്തിൽ 4 ദിവസം വന്നാൽ 4 ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ച് അതിൽ ഇതിലൊക്കെ നടന്ന് ഉഷാറാക്കും. ഉള്ള സമയം കാക്ക ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ കെട്ടിയവൻ പൊളിയാണ്, അതുപോലെ. പിന്നെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ അടുത്തുണ്ടാവലില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഞാനിങ്ങനെ ഓർക്കലുണ്ട് കേട്ടോ. കാരണം ഓർക്കല്ലാതെ നിർവാഹമില്ല, കാക്കുണ്ടാവില്ല. ഇപ്പം ഞങ്ങളെ കല്യാണം കഴിഞ്ഞതും പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായതും ഞങ്ങളെ ജീവിതം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ബെറ്ററായി വന്നൊരു ജീവിതമാണ് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് അൽഹംദുലില്ലാ താഴേക്ക് പോയിട്ടില്ല. ഞങ്ങളിങ്ങനെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞതിനേക്കാളും നമ്മൾ ഉഷാറായി വന്നിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മാഷാ അല്ലാഹ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. കല്യാണം കഴിഞ്ഞ് 1 വർഷം ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊരു മോളുണ്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ
ഞങ്ങളെ തറവാട്ടിൽ നിന്ന് വേറെ കുറേ സ്ഥലം എടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറണേ. പിന്നെ ഞങ്ങൾക്കൊരു 9 കൊല്ലം കഴിഞ്ഞിട്ടൊരു മോനുണ്ടാകണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മോളുണ്ടാവണേ. അങ്ങനെ അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ പോണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അസ്സലാമു അലൈക്കും. എല്ലാവരും വിഷ് ചെയ്യട്ടോ.